ഒന്നില്ലാ സ്ഥാപനം വരുമ്പോൾ എല്ലാവർക്കും വലിയ അലർജിയായിരുന്നല്ലോ. വളർന്നു വരുന്നു. ഇനിയും വളരട്ടെ. സഹായിക്കുക, സംരക്ഷിക്കുക, ഉയർത്തിക്കൊണ്ടുവരിക. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന് മുന്നിൽ അത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. കുഞ്ഞുമക്കൾ 12, 13 വയസ്സായ 16 വയസ്സുകൾക്ക് 14 വർഷം ശരീരം മുഴുവനും വെള്ളത്തുണി കൊണ്ട് കരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുകയാണ്. എന്ത് പൊടിഞ്ഞു പോകും? കളിക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഓടാൻ പറ്റൂല. 6 വർഷമായി ബാഹുവേ പടച്ചവനെ ആ കുഞ്ഞുങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാ. ആ ഉപ്പ പറയുന്നു, സാറേ എന്റെ സർവ്വ സമ്പാദ്യം അതിന് വേണ്ടിയാ. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ സ്ഥലങ്ങളിൽ ഒരുമിച്ചുകൂടി ഇവരോട് പറയട്ടെ, വിവാഹങ്ങളിൽ അല്ലാഹു തന്ന പണമാണെന്ന് ഒരാളെ പോലും ഒഴിവാക്കരുത്. നിൽക്കുന്നവരും ഇരിക്കുന്നവരും വാഹനത്തിനകത്തുള്ളവരും പിന്നെ മുകളിൽ മതിലിന്റെ മുകളിൽ ഇരിക്കുന്നവരൊക്കെ ഇപ്പൊ തന്നെ തുടക്കെടുക്കണം. ഇന്നത്തെ ഒരാൾക്ക് ക്യാൻസറിനും ട്യൂമറിനും വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് പൈസ കൊടുക്കുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അല്ലാഹുവേ കരുണക്കടലായ രാജസീലായ പടച്ചവനെ, ഇന്നലെ ബക്കറ്റിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇട്ടുകൊടുത്തത് 1,60,000 രൂപയായിരുന്നു. അല്ലാഹുവേ 10 രൂപയും 100 രൂപയും 50 രൂപയും 500 രൂപയും 1000 രൂപയും അതുപോലെ സ്വർണ്ണമണികൾ ഉൾപ്പെടെയുള്ള സർവ്വതും ഈ ബക്കറ്റിലേക്ക് ഇടുമ്പോൾ അവർക്ക് ക്യാൻസർ കൊടുക്കല്ല അല്ലാഹ്. ആത്മാർത്ഥമായി ആമീൻ പറയുക. മുത്തഅല്ലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, യതീമക്കളുണ്ട്, ഹാഫിളീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, തഹജ്ജുദ് സ്വർണ്ണാഭരണം തന്നിട്ടുണ്ട് പടച്ചവരെ. അല്ലാഹുവേ അവരെ മാരകമായ രോഗം കൊടുത്ത് പരീക്ഷിച്ചല്ല നാഥ, അവരെ പരാജയപ്പെടുത്തല്ല അല്ലാഹ്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ മഖാമിൽ ആയിരക്കണക്കിന് 10,000 ജനങ്ങളാണ് ഒരുമിച്ച് കൂടിയത് തമ്പുരാനെ. അതിന്റെ തോളിലെത്തി മാലാഖമാർ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് പറന്നിറങ്ങുമ്പോ അതിന്റെ പവർ കൊണ്ട് അല്ലാഹ് ഈ സ്വർഗ്ഗതയുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും തിരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ഓരോരുത്തർ ആവേശത്തോടെയാണ് ബക്കറ്റിലേക്ക് പൈസ ഇടുന്നത്. 100, 200, 500 ഒക്കെയായി. അല്ലാഹുവേ ആ കൈകളെ നിനക്കറിയാം, ആ മനസ്സുകളെ നിനക്കറിയാം, ആ സമ്പത്തിനെ നിനക്കറിയാം. ഒരിക്കലും ഒരു നഷ്ടവും നീ കൊടുക്കല്ല അല്ലാഹ്, കൊടുക്കല്ല അല്ലാഹ്. ഒന്നുകൂടി ഏറ്റവും പുറകിൽ തുടങ്ങണം ഇൻഷാ അല്ലാഹ്. മാലിക് ദിനാറിന്റെ ഉറൂസിന്റെ വിനീതന്റെ പ്രഭാഷണമുണ്ട്. ഉറൂസിന്റെ കമ്മിറ്റിക്കാരോട് ഇപ്പോഴേ പറയുകയാണ്, നല്ല സൗകര്യം ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നല്ല സൗകര്യം ഏർപ്പെടുത്തണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ജനങ്ങൾക്ക് വന്നിരിക്കാനും. അൽഹംദുലില്ലാഹ് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ഒരു മനോഹരമായ മറ്റൊരു വിഷയം ജനുവരി മാസം 6-ാം തീയതി മാലിക് ദിനാർ റളിയല്ലാഹുവിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പറയും. ജനുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച 6-ാം തീയതി അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഉറൂസുമായി നടത്തുന്ന പരിപാടിയാകുമ്പോൾ ഒരുപാട് സഹാബികളുടെ ആത്മാവ് ഔലിയാക്കന്മാരുടെ സാന്നിധ്യം വാത് കേൾക്കാൻ വരുന്നതിലുപരി ഉറൂസിൽ പങ്കെടുക്കാൻ വരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ കാണും. അപ്പൊ അതൊരു വലിയ തിരക്കായിരിക്കും. ഇൻഷാ അല്ലാഹ് അന്നത്തെ വിഷയം റിക്കാർഡ് ചെയ്ത് 1 മാസത്തിനകം തന്നെ ആദ്യത്തായിട്ട് വിപണിയിൽ നടക്കുകയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഞാൻ ഇപ്പോഴേ അനുവദിച്ചിരിക്കുന്നു. റിക്കാർഡ് ചെയ്യാൻ ഞാൻ അവിടെ നിന്ന് തന്നെ ആളെ കൊണ്ടുവന്നു ഇൻഷാ അല്ലാഹ് റിക്കാർഡ് ചെയ്യിപ്പിച്ച് ആ കാസറ്റായിട്ട് എല്ലായിടത്തും ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി വിഷയമായി ആരാധി പറയുന്നു. അല്ലാഹു തആല കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഗുരുത്വവും പൊരുത്തവും അതിലില്ലാത്ത സാധുക്കളായ പാപികളായ നിങ്ങൾക്ക് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് മടങ്ങി വരിക. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തന്ന പണം അല്ലാഹു മനഃപൂർവ്വം തന്നതാണ്, അബദ്ധത്തിൽ തന്നതല്ല. എന്റെ പോക്കറ്റിൽ 1000ന്റെ 5 നോട്ടുണ്ടെങ്കിൽ അത് നൗസാദുമാരുടെ പോക്കറ്റിൽ അല്ലാഹു തന്നതാണ്. എന്തിന് ചിലവഴിക്കുന്നത്? അല്ലാഹു നോക്കും ചെയ്യപ്പെട്ടവര്. ഹാജിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ അച്ഛനവന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട സഹോദരങ്ങളുടെ പോക്കറ്റിൽ 100 ആകട്ടെ, 50 ആകട്ടെ, 1000 ആകട്ടെ, അല്ലാഹുവാണ് ചിലവഴിക്കുന്നതിന് അല്ലാഹുവിന്റെ അടുത്ത് വ്യക്തമായ കണക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞ സന്തോഷത്തിൽ ൂർത്തെടുത്ത് ജീവിക്കുന്നവര് ഇനിയുള്ളവരെ അത് നമ്മൾ ഒഴിവാക്കണം. കാരണം എന്തെന്നറിയോ? ഇന്നൽ മുബദ്ദിരീൻ
الذين قالوا إخوان الشياطين ൂർത്തടിക്കുന്നവരാരാ? അവര് ശൈത്താന്റെ കൂട്ടുകാരാണ്, ശൈത്താനിന്റെ പിന്നലവറക്കാരാണ്, ഇബ്ലീസിന്റെ കൂട്ടാളികളാണ്. വിവാഹം കഴിയുമ്പോ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി, ഭാര്യയുടെ കുടുംബക്കാരുടെ തൃപ്തിക്ക് വേണ്ടി അനാവശ്യമായ രീതിയിൽ ൂർത്തടിച്ചുകൊണ്ട് പണം നിലവഴിക്കുന്നവർ, ആവശ്യത്തിന് ഒരു മാല പോലെ, ആവശ്യത്തിന് 2 വള പോലെ, ആവശ്യത്തിന് 2 മോതിരം പോലെ, എന്നിട്ട് ബാക്കിയുള്ളത് പാവപ്പെട്ടവർക്ക് കൊടുക്കൂടെ എന്ന് പ്രിയപ്പെട്ട നിങ്ങളെ. എന്തെന്നറിയോ? നീ എങ്ങനെ കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നോ, നീ എങ്ങനെ കൊടുക്കാതെ എടുത്തു വെച്ചിരിക്കുന്നോ, നിന്റെ പള്ളിപ്പറമ്പിൽ നിന്നെ കൊണ്ടുപോയി ഇടക്കുന്നോ, ഒരു സ്വർണ്ണമാലയും പോലും നിന്റെ ശരീരത്തോടെ വെക്കൂല പോലെ, ഒന്നുണ്ട് വെള്ളത്തുണികൾ പൊതിഞ്ഞ് നിന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുന്നോ, നിന്റെ കഴുത്തിൽ കിടന്ന 20 പവന്റെ സ്വർണ്ണമാലയുടെ, നിന്റെ 2 കയ്യിൽ കിടന്ന 100 കണക്കിന് വളകളെവിടെ, മിക്വസവിടെ, കൊലുസവിടെ, കമ്മലവിടെ, കാതിലെവിടെ, സ്വർണ്ണത്തിന്റെ ആഭരണങ്ങളെവിടെ, പണ്ടങ്ങളെവിടെ, സർവ്വം ജന്തുക്കൾ ഊരിയെടുത്തില്ലേ, കുടുംബക്കാരെ അടിച്ചെടുത്തില്ലേ? നീയും നിന്റെ അമലുകളുമായി അള്ളാന്റെ പള്ളിപ്പറമ്പിൽ പോയി കിടക്കുന്നു. പ്രിയമുള്ള പെങ്ങളെ, എത്ര യതീമീങ്ങളെ വിവാഹപ്രായം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിയാൻ കാത്തിരുന്നില്ലേ എന്ന് ഞാൻ എത്ര ചെറുപ്പക്കാരെയാണ് കണ്ടുപോയത്. അവരെല്ലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ 26 വയസ്സുള്ള പെങ്ങളുണ്ട് എനിക്ക്, 30 വയസ്സുള്ള പെങ്ങളുണ്ട് എനിക്ക്, 32 വയസ്സുള്ള പെങ്ങളുണ്ട് എനിക്ക്, നിക്കാഹ് നടന്നിട്ടില്ല. ആലമ്പാടിയിലുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഹാരിസ്, അള്ളാഹുവേ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്, പാവപ്പെട്ടവനാണ്, മനസ്സ് നിറച്ച സ്നേഹമാണ് ആ വീട്ടുകാർക്ക് തന്നിട്ടുള്ളത്. ആ പാവപ്പെട്ടവൻ പോലും വിളിച്ച് പറഞ്ഞിട്ടാണ് എന്റെ പെണ്ണന്മാരുടെ കാര്യം പറയാൻ മറക്കല്ലേ, എന്റെ ഉമ്മാരെ മറക്കല്ലേ, എന്റെ ഉപ്പാരെ മറക്കല്ലേ. അള്ളാഹുവേ ആ കുടുംബത്തിലെ പെണ്ണന്മാർക്ക് അനുയോജ്യരായ ഇണകളെ നീ കൊടുക്കണേ അല്ലാ. അങ്ങനെ എത്രയൊക്കെ പാവപ്പെട്ടവരെ ആ വാർത്തയോട് പറഞ്ഞത്. 26 വയസ്സാണ്, 36 വയസ്സാണ്. റഹ്മാനായ അല്ലാഹ്, വിവാഹം കഴിക്കാൻ പ്രായമായിട്ട് പോലും വിവാഹം നടക്കാതെ സങ്കടത്തോടെ കഴിയുന്ന സഹോദരിമാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അനുയോജ്യരായ ഇണകൾ ഈ തലത്തിന്റെ പോലീസ കൊണ്ട് കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. വികാരം പിടിച്ചു വെക്കാൻ കഴിയാതെ അല്ലാഹുവേ ഹറാമിലേക്ക് അവരെ ചാടിപ്പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് കാണാനുള്ള ഒരു വിധി വരുന്നല്ല.